ഇത്തിരി നേരം കൊണ്ട് ഒരിത്തിരി ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി അത് തന്നെ ഉള്ളി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വറുത്തെടുത്തു. പൊരിച്ച് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ ആദ്യം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ല കുട്ടപ്പനായി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കി എണ്ണ കുറച്ചെടുത്ത് ബിരിയാണിക്ക് ഉള്ളി വാട്ടുമ്പോൾ അതിലേക്ക് ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറ് വേവിച്ചെടുക്കാം. ഞാൻ വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പേർക്കുള്ള ബിരിയാണി വെക്കുന്നത് കൊണ്ട് തന്നെ 1 ഗ്ലാസ് അരി 2 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുത്തു. ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് നന്നായി ഇളക്കി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് നാരങ്ങ പിഞ്ഞ് ചോറും മേലെ ഇട്ട് കുറച്ച് നെയ്യും വീണ്ടും കുറച്ച് മല്ലിപ്പൊടിയും നമ്മുടെ ഡെക്കറേഷന് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി ഗൈസ്.